പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജിലെ വിദ്യാർത്ഥിനിക്കെതിരെ ലൈംഗികാതിക്രമം കാട്ടിയ ABVP നേതാവിനെതിരെ കേസ്. 1-ാം വർഷ വിദ്യാർത്ഥി അശ്വിൻ പ്രദീപിനെതിരെയാണ് കേസ്. സുജു ടി ബാബു ഉണ്ട് വിശദാംശങ്ങളുമായി. സുജു, പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു അതിക്രമം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിയുടെ പരാതിയിൽ അശ്വിൻ മാത്രമാണോ പ്രതി, അതോ കൂടുതൽ പ്രതികളുണ്ടോ? ആര്യ, ഈ കേസിൽ 2 പ്രതികളാണ്. 1-ാം വർഷ കോളേജിൽ തന്നെ 1-ാം വർഷ വിദ്യാർത്ഥികളാണ് അശ്വിൻ പ്രദീപും മറ്റൊന്ന് ആൽവിൻ തോമസുമാണ് കേസിലെ പ്രതികൾ. ഈ സംഭവം നടക്കുന്ന കോളേജിലൊരു ഫംഗ്ഷനിടയ്ക്ക് ഈ പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി ഈ 2 പ്രതികളും ചേർന്ന് തടഞ്ഞു നിർത്തുകയും ഈ പെൺകുട്ടിയുടെ 1-ാം പ്രതിയായിരിക്കുന്ന അശ്വിൻ പ്രദീപ് പ്രണയ അഭ്യർത്ഥന നടത്തുകയായിരുന്നു. എന്നാൽ പെൺകുട്ടി ഇത് നിരസിച്ചതിനെ തുടർന്ന് അസഭ്യ വർഷവും തുടർന്നാണ് ലൈംഗിക അതിക്രമവും ഈ പെൺകുട്ടിക്ക് നേരെ അശ്വിൻ നടത്തിയത്. ഇതിന് സഹായിയായി നിന്ന 2-ാം പ്രതി ആൽവിൻ തോമസ് ാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിനുശേഷം ഈ പെൺകുട്ടി കോളേജിൽ പരാതി നൽകിയിരുന്നു. വനിതാ സെല്ലിൽ പരാതി നൽകിയപ്പോൾ ഇത്തരം പരാതികൾ നൽകിയാൽ പെൺകുട്ടിക്ക് തന്നെയാണ് ദോഷമെന്ന് പറഞ്ഞ് ഈ പരാതിയെ നിരുത്സാഹപ്പെടുത്തിയെന്നാണ് പെൺകുട്ടി പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ വ്യക്തമായി പറയുന്നത്. അങ്ങനെ പോലീസ് കോളേജിലെ, അതായത് മൗണ്ട് കോളേജിലെ വനിതാ സെല്ലിൽ നിന്ന് കാര്യമായി ഇടപെടലുണ്ടായില്ലെന്നും പെൺകുട്ടി നൽകിയ പരാതിയിൽ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന അശ്വിൻ ഭീഷണിപ്പെടുത്തിയായും പെൺകുട്ടി പോലീസ് നൽകിയ പരാതിയിൽ പറയുന്നു. ABVPയുടെ സജീവ പ്രവർത്തകനും കോളേജിലെ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് അശ്വിൻ പ്രദീപ്. ഈ അശ്വിൻ പ്രദീപും ആൽവിൻ തോമസൂടെ ചേർന്നാണ് ഈ പെൺകുട്ടിയെ വഴിയിൽ തടയുകയും കോളേജിൽ തന്നെ പഠിക്കുന്ന പെൺകുട്ടിയെ വഴിയിൽ തടയുകയും അതിനുശേഷം പ്രണയാഭ്യർത്ഥന നടത്തുകയും ഇത് നിരസിച്ചതിനെ തുടർന്നാണ് അസഭ്യ വർഷവും അതിനോടൊപ്പം തന്നെ ലൈംഗിക അതിക്രമവും പെൺകുട്ടി നടത്തി. എന്നാൽ ഈ പെൺകുട്ടി ഈ സംഭവത്തിന് ശേഷം ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് 354 വകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ആവശ്യം കോളേജിലെ മറ്റ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് അശ്വിൻ പ്രദീപിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ നടപടികൾ വേഗത്തിലാക്കുക എന്നാണ്. ആര്യ, ശരി, വ്യക്തമാണ്. സുജു ടി ബാബു ആണ് വിശദാംശങ്ങൾ നൽകിയത്.